ഹായ്, ഇന്ന് നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 500 ഗ്രാം ചിക്കനാണ്. അതിൻ്റെ കൂടെ 3 സവാള, മല്ലിച്ചപ്പ്, ചെറിയൊരു പീസ് ഇഞ്ചി, വെളുത്തുള്ളി 5-6 അല്ലി വെളുത്തുള്ളി നമുക്കെടുക്കാം. ഇത് ചെറിയ അല്ലി വെളുത്തുള്ളി അതിനാൽ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, വറ്റൽമുളക് 8 എണ്ണം, കാശ്മീരി മുളക് 8 എണ്ണം. ഇനി നമുക്ക് സവാള ഇതുപോലെ അരിഞ്ഞെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക്, കാശ്മീരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട ശേഷം നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം വേണ്ട. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5-10 മിനിറ്റ് എടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആവും. അതുവരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിനകത്ത് നമുക്കൊരല്പം ഉപ്പിടാം. സവാള മുളകും എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം, ഇത് തണുത്ത ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത മിക്സ് ഏകദേശം ഇതേ പരുവത്തിൽ നന്നായി അരഞ്ഞ് കിട്ടണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിൻ്റെ മുളകിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട ശേഷം നന്നായി ഒന്ന് ഇളക്കി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും നന്നായി മസാല ഇരിക്കുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇത് വേവാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ വരും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല തേച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ചിക്കനിൽ നന്നായി ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ചൊന്ന് ഉപ്പ് അധികം നമ്മൾ ചേർക്കണം. നമ്മൾ ആദ്യം മസാല അരയ്ക്കുന്ന സമയത്ത് ചേർത്ത ഉപ്പ് മാത്രമാണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. ചേർത്ത് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരല്പം ഗരം മസാല ചേർക്കാം. ഗരം മസാല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരുപാടായാലും ടേസ്റ്റ് വളരെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് വളരെ കുറച്ച് മാത്രം മല്ലിയില ചേർക്കാം. ബാക്കി നമുക്ക് അവസാനം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് ഒരു 1/4 മണിക്കൂർ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാട് ഈ മിക്സിൽ കിടന്ന് വേകുന്ന സമയത്ത് ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ ടേസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. നമുക്ക് സിമ്മിലിട്ട് വെച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം. ഇതിൻ്റെ കൂട്ടെല്ലാം ഒന്ന് നന്നായി വറ്റി വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരല്പം മല്ലിയില വിതറിയ ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. ചിക്കൻ പെരട്ട് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.